ചന്ദ്ര ചന്ദ്ര എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിവിടുത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചടാ, അതായത് 2025 മൊത്തത്തിലൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ എല്ലായിടത്തും ചോദിച്ചു, എല്ലാവരുടെ സജഷൻസ് ഇങ്ങനെ ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞത് കോ-ലീഡർ എന്നുള്ള രീതിയിൽ ചന്ദ്രൻ ഒരു മൊണ്ണയാണെന്ന്. ഇല്ല, തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് മാറ്റി മാറ്റി പല പല രീതിയിൽ ദേഷ്യപ്പെട്ട് ചോദിച്ച്, സ്നേഹത്തോടെ ചോദിച്ച്, എല്ലാം ചോദിച്ച്, എല്ലാവർക്കും അതേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാൻ 2025 നീ ഒരു റെസൊല്യൂഷൻ എടുക്കണം, ബി എ ഗുഡ് ലീഡർ, അല്ലല്ല കോ-ലീഡർ. അണ്ണ ഒരു മാസം അണ്ണ ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാമാരടുത്ത് സമയം തരാനാണ് വന്നത്. ഇന്നേക്ക് ഒരു മാസം കഴിയുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കും, ഇതേ അഭിപ്രായമാണെങ്കിൽ ഞാൻ അന്നേരം സംസാരിക്കാം. എന്നാലും അണ്ണന്റെ മനസ്സിലൊരാൾ കാണുമല്ല, മൂന്നാമത്തെ ആള് ആരാടാ? ഇപ്പൊ അണ്ണ മത്സ പോടാ കാര്യം സംസാരിച്ചോളാം. ഒരു അർജന്റ് കാര്യം അല്ല, നിന്നെ ഞാൻ ഇവിടെ പ്രത്യേക കസാരയിട്ട് ഇവിടെ വിടരുത്താ റിപ്പയറില്. അയ്യോ ഇത് അയ്യോ വിചാരിച്ച നിന്റെ മാസ്കും വിചാരിച്ച ഞാൻ മയിർ ഇന്നലെ സാവേജിന്റെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. അല്ല നിന്റെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ സാവേജിന്റെ കൂടെ ആയിരുന്നു കേട്ടാ. സാവേജ് മാസ്ക് ഒക്കെ വെച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഈ കണ്ണാടി വെച്ച് എന്റെ കൂടെ വന്നിരുന്നത്. എനിക്കറിയാം, അല്ലെങ്കിൽ വാസവണ്ണ സരക്കൻ വിളിക്കുമല്ലോ. അതാ എനിക്ക് മനസ്സിലായില്ല മഹിരി എന്തിനു മാസ്ക് ഒക്കെ വെച്ചിട്ട്. അല്ലല്ല സരക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഉണ്ടല്ലോ ഒന്നിങ്ങോട്ട് വരും, ഒന്നിങ്ങോട്ട് എടാ സരക്ക് ഭയങ്കര കംപ്ലൈന്റ് ആണ്. അതായത് ഇവൻ എന്താ കൂട്ടത്തിലുള്ളവരെയൊക്കെ ബ്രോ ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കും, ഒന്ന് മാറിക്കും പ്ലീസ് പ്ലീസ്. അപ്പൊ എല്ലാരും പരാതി പറയണടാ സരക്ക്. ഇവൻ എടാ കൂട്ടത്തിലുള്ളവരെ അടിച്ചു കൊല്ലുവാടാ ഇവൻ. ഇവന്റെ പണ്ടത്തെ മറ്റേ കുണം വെളിയിൽ ഇറക്കണം ഈ ചന്ദ്രൻ. ഇപ്പൊ അടിച്ചിട്ടില്ലെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ചന്ദ്ര, അത് നമ്മൾ ആദ്യമേ നിലക്ക് നിർത്തേണ്ടത് നിർത്തിയതിനെ എല്ലാത്തും തോളത്തേറ്റിട്ട് വളയാന്ന് വിളിച്ച് കൂടെ നടന്നിട്ട് പിന്നെ ലാസ്റ്റ് അവന്മാര് തലേ കയറായിരിക്കോ? പിന്നെ നിനക്ക് ഇപ്പോഴൊന്നും അല്ല ഫീൽ ബാഡ് ആവാൻ പോണേ. നിന്നെ മാറ്റി നീ ആലോചിച്ച് നോക്കി, ആ ബാബുവിനെ കോ-ലീഡർ ആക്കുന്നേ. നീ അവരെ അണ്ണാന്ന് വിളിക്കേണ്ടി വരും, ബാബു അണ്ണാന്ന്. അതിലും വലിയൊരു ഡിപ്രഷൻ വേറെ വരാനില്ല നിനക്ക്. അല്ല ഞാൻ പറഞ്ഞതാടാ. ഇപ്പൊ ഇവന്റെ ഈ കുണം ഇങ്ങനെ തിരിച്ചു പോവാണെങ്കിൽ ഇവനൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ബാബുവിനെ പിടിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോ ഇവനെ ആലോചിച്ച് നോക്കി, ഇവന്റെ വാല്യൂ എവിടെ പോയെന്ന്. അങ്ങനെയാ പിന്നെ ഞാൻ കോലീഡറായിട്ട് എനിക്ക് അതിനെ മെമ്പറായിട്ട് കൂടെ നിന്നോളാം, അതാണ് ഒരു സന്തോഷം. അപ്പൊ ബാബുവിനെ കോലീഡർ ആക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല? അപ്പൊ സരക്കെ നിന്റെ അഭിപ്രായത്തിൽ ഇനി കോ-ലീഡർ സ്ഥാനത്ത് വരാൻ ആരായിരിക്കും? അപ്പൊ ചന്ദ്രനെ മാറ്റിയ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് ചന്ദ്രൻ നിന്നെ അഡ്മിൻ ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ഇന്നലെ തന്നെ റിമൂവ് ചെയ്തു, കണ്ടില്ലായിരുന്നത്? കണ്ട എടാ നീ ഇങ്ങനെ കാണിച്ച ആരും വിലയും തരൂലേ? എടാ ഈ വടി അടിയും കാണിച്ചിട്ട് ഈ പിള്ളേരെ തല്ലിയ പേടി പോകുമെന്ന് പറഞ്ഞേക്കത്തില്ലേ? ഇതൊന്നും കേൾപ്പിച്ച് പറയരുത്. തല്ലും നമ്മുടെ ഒരു ആക്ഷൻ വരുമെന്ന് പേടിപ്പിക്കണം. പക്ഷെ അങ്ങനെ പേടിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു വട്ടം തല്ലിയ അവന്മാര് വിചാരിക്കാം അവൻ കൂടിപ്പോയ കൊല്ലും, EMS വരും, പൊക്കും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നോടുള്ള പേടി പോയത്. സത്യം പറഞ്ഞ അടുത്ത് ഞാൻ എന്നെ മാറ്റുവാണെങ്കിൽ അടുത്ത് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരുന്നു. ഞാൻ പറയട്ടെ, ബാബു ഉണ്ട്, നല്ല ഓപ്ഷൻ ആണ്. സരക്ക് അങ്ങനെ സരക്ക് ചുമ്മാ തമാശ പറയണോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു കോഹ്ലിയുടെ സ്ഥാനത്താകുമ്പോ എന്നോട് വന്നിട്ട് മീറ്റിംഗിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് മറ്റേ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആരോഗ്യം എനിക്ക് വയ്യ.
ഒരു വാറിന്റെ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുന്നതിന് ഇത് ആരടാ ഇതൊക്കെ? സത്യം അത് അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ അണ്ണാ ഇപ്പഴൊന്നും മാറ്റലാണ് ഏമാര് ഞാൻ ഇതിന്നൊന്ന് ഇറങ്ങി എന്നെ അടിച്ചോണ്ട് കാത്തിരിക്കണം പറയണം എന്താടാ അണ്ണ ഇപ്പം വല്ല എന്നെ ഇതിന്ന് ഇറക്കിയാണല്ല യവന്മാരെല്ലാരും കൊണ്ട് എന്നെ എടുത്തിട്ട് ഇടിക്കും എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാൻ പോണ ഒരടി പല്ല് തേക്കാൻ പോണ രണ്ടടി അത് കണ്ടിട്ടാണ് കോഹ്ലിയുടെ ആക്കിയത്. ഇപ്പൊ വെറും സത്യം വെളിയിൽ സ്പെക്ക് ചെയ്ത് കപ്പലിന്റെ ഒക്കെ തിന്നിരിക്കും. അടി ഉണ്ടാക്കുക മറ്റേ പെണ്ണുങ്ങളെ കൊല്ലുക ഇതൊക്കെയാണ് നിന്റെ ജോലി. എടാ ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കോഹ്ലിയുടെ എടുത്ത് കളയും കേട്ടാ. പിന്നെ നീ തിരിച്ച് അതേപോലത്തെ ഒരു പെർഫോമൻസ് വരുമ്പോഴേ ഞാൻ എടുത്ത് തിരിച്ചിടുള്ളൂ. അണ്ണാ അണ്ണാ അതൊക്കെ ശരിയാവും അതൊക്കെ ശരിയാവും. ഒരു സംശയമില്ലേ അണ്ണാ എന്തിനു പറയണേ അതൊക്കെ ശരിയാവും. അണ്ണ വാ അണ്ണ വാ അണ്ണ വാ വാ വാ. നമ്മളിങ്ങനെ ടോക്കി നടന്നാല് പുറത്താരും ഇല്ല പുറത്തേക്കണം, നീ ആയിട്ട് പറയുന്നത് എന്നാ ഇനിയിപ്പോ തുടങ്ങും. ഇപ്പൊ കൊറോണ തുടങ്ങും റെസ്പോൺസിബിൾ ആവാൻ.